belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. ഹലോ ഫ്രണ്ട്സ്, ക്രൈസ്റ്റ് ആർമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും വിശുദ്ധ കുർബാനയുടെ ശരിക്കും വല്ല ഒരു മീനിങ് കണ്ടുപിടിക്കുവാനും നമ്മൾ ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ഒന്ന് പഠിച്ചാലോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും ഒരു കഥ കേൾക്കാനും നല്ല നല്ല ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് സിസ്റ്ററിന് അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ആർ ലൈഫ്. നിങ്ങളുടെ പള്ളിയിൽ എവിടെയാണ് വിശുദ്ധ കുർബാന? ചിലപ്പോൾ ലെഫ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ സെൻറ്ററിൽ, അല്ലേ? വിശുദ്ധ കുർബാന എവിടെ ഇരിക്കുന്ന? പള്ളിയുടെ ഏത് ഭാഗത്തായിരിക്കുന്നത്? സെൻറ്ററിൽ, ടാബർനാക്കിൾ അല്ലെങ്കിൽ സക്രാരിന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സക്രാരിയിൽ വസിക്കുന്നത് ജീവനുള്ള യേശു ക്രിസ്തുവാണ്. കുറേ കുഞ്ഞുങ്ങൾ സിസ്റ്ററോട് വന്ന് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ശരിക്കും ആ വെള്ള അപ്പത്തിൻ്റെ ഉള്ളിൽ, ആ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ഈശോയാണോ? പലപ്പോഴും സിസ്റ്റർ കുഞ്ഞായിരുന്നപ്പോഴും ഇപ്പോഴത്തെ പല കുഞ്ഞുങ്ങൾക്കുമുള്ളൊരു ചോദ്യമാണ്, എന്ത്? ശരിക്കും ഈശോ ആ ഹോസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത്. ഒരു കുഞ്ഞു കഥ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫുൾട്ടൺ ജീഷൻ എന്ന് പറഞ്ഞ ഒരു ആർച്ച് ബിഷപ്പ് അമേരിക്കയിലുണ്ടായിരുന്നു. ആ ആർച്ച് ബിഷപ്പ് കുഞ്ഞിലെ ഒരു സെമിനറിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കും, സൈലൻ്റ് ആയിട്ട് 1 hour ബിഫോർ ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. അപ്പോൾ ഒരു TV ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ബിഷപ്പിനോട് ചോദിച്ചു, എന്തേ ബിഷപ്പ് എല്ലാ ദിവസവും മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഒരു കഥയാണ്, വൺ ചൈനീസ് ഗേൾ ലിറ്റിൽ ലീ ഇസ് മൈ ഇൻസ്പിറേഷൻ. അല്ലേ? ഈ ആർച്ച് ബിഷപ്പ് പലരെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു കൊച്ച് ആ ബിഷപ്പിനെ ഇൻസ്പയർ ചെയ്തു. ദാറ്റ് വാസ് എ ചൈനീസ് ഗേൾ. ആ കൊച്ചിൻ്റെ കഥ ഇങ്ങനെയാണ്. അവൾ കാറ്റീസം പഠിക്കുമ്പോൾ ഒക്കെ സിസ്റ്റർ അവളോട് പറയുമായിരുന്നു, കുർബാന സ്വീകരിക്കാൻ നമുക്ക് കമ്മ്യൂണിയൻ്റെ ക്ലാസ്സില്ലേ, ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും, ഈശോയെ ഒരു പ്രാവശ്യം സ്വീകരിക്കാൻ പാടുള്ളൂ, ഈശോയെ തൊടാനുള്ള യോഗ്യത പോലും നമുക്ക് ആർക്കുമില്ല, അല്ലേ? നമ്മളൊക്കെ പാപികളായ മനുഷ്യരാണ്, പാപം ചെയ്യില്ലേ നമ്മൾ? കൊച്ചും ചെറുതും വലുതുമായി പാപങ്ങൾ ചെയ്യും. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, നമ്മൾ നാവ് കൊണ്ട് മാത്രമേ, പണ്ടൊക്കെ കയ്യിൽ ഈശോയെ തരില്ലായിരുന്നു, നമ്മൾ കയ്യിൽ ഇപ്പോൾ സ്വീകരിക്കുന്നില്ലേ ഈശോയെ, അതുപോലെ പണ്ട് തരില്ലായിരുന്നു, നമുക്ക് നാവിൽ മാത്രമേ ഈശോയെ സ്വീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കൊച്ചു ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവളുടെ മനസ്സിൽ വന്ന, ലിറ്റിൽ ലീയുടെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിലും ആഫ്റ്റർനൂണിലും ഈവനിങ്ങിലും ഒക്കെ എന്ത് കഴിക്കും? റൈസ് കഴിക്കും, അല്ലേ? പിന്നെ എന്തിനാ നമ്മൾ ആ ഫാദർ, സ്വർഗസ്ഥനായ പിതാവേന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് അരി തരണേ, ചോറ് തരണേ എന്ന് പറയാത്ത, നമ്മൾ എന്താ പറയുന്നത്? അന്നേണ്ട ആഹാരം തരണേ, അല്ലെങ്കിൽ ഭക്ഷണം. നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഗിവ് മീ ദ ബ്രെഡ്, അല്ലേ? റൈസ് തരണേന്നാണോ നമ്മൾ ചോദിക്കുന്നത്? അല്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നമുക്ക് റൈസ് ബോഡിക്കാണ് ആവശ്യം, പക്ഷെ ബ്രെഡ്, ദാറ്റ് ഈസ് ദ ഹോളി യൂക്രിസ്റ്റ്, ബ്രെഡ് നമുക്ക് എന്തിനു വേണം? നമ്മുടെ
സോളിന് വേണം, നമ്മുടെ ആത്മാവിന് ബ്രെഡ് വേണമെന്ന്. അപ്പോൾ ഇവൾ ഇതൊക്കെ ഈശോയുടെ പ്രാധാന്യവും ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ സോഴ്സ് ആണെന്നും എൻ്റെ സോളിന് ഈശോ വേണമെന്നൊക്കെ ഇവൾക്ക് അറിയായിരുന്നു. ആ സമയത്ത് ഷി വാസ് എ ചൈനീസ് ഗേൾ. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവരുടെ സ്കൂളിലേക്ക് കുറേ കമ്മ്യൂണിസ്റ്റുകാർ വന്നു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള കുരിശ്, ജീസസിൻ്റെ ഫോട്ടോ, മദർ മേരിയുടെ ഫോട്ടോ, സെയിൻസിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് അവർ മേടിച്ച് അതെല്ലാം വേസ്റ്റ് കൊട്ടയിൽ എറിഞ്ഞു. ചിലതൊക്കെ അവർ ചവിട്ടി. അപ്പോൾ ഈ കൊച്ച് എന്ത് ചെയ്തു, ഇവൾക്ക് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിന് ലഭിച്ച ഒരു ആട്ടിടയനായ ഈശോയുടെ പടം ഉണ്ടായിരുന്നു. അത് അവളുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ അവൾ ഒളിപ്പിച്ചു വെച്ചു, കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വില്ലേജിൽ പോയി വീട്ടിലുണ്ടായിരുന്ന രൂപങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഒരു ദിവസം പള്ളിയിൽ കയറി വന്ന് അവരെന്ത് ചെയ്തു എന്നറിയോ, ടാബർനാക്കിൾ ഷൂട്ട് ചെയ്തപ്പോൾ കുറേ ഓസ്തി, നമ്മുടെ കുസ്തോതിയിലുണ്ടായിരുന്ന ഓസ്തി എടുത്ത് അവർ എറിഞ്ഞു, അൾത്താരമേ എറിഞ്ഞു. അവിടുത്തെ അച്ഛനെ ഒരു റൂമിൽ ലോക്ക് ചെയ്തു അവർ. അതായത് അച്ഛനെ അവിടെ നിന്ന് കാണാം എന്താ അവിടെ നടക്കണേന്ന്. എല്ലാവരെയും പറഞ്ഞു ഒരു ആളും ഇനി ഈ പള്ളിയിൽ കയറിപ്പോകരുതെന്ന് പറഞ്ഞു. ഈ ലിറ്റിൽ ലീ, കുഞ്ഞി കൊച്ച്, ആരും കാണാതെ അൾത്താരയുടെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവൾ കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്നറിയോ, ഈ ഈശോ നിലത്ത് കിടക്കുക അല്ലേ, ഈശോ അനുഭവിച്ച അതേ പീഡാസഹനം വീണ്ടും ഈശോ അനുഭവിക്കുക. ഈശോ വീണ്ടും ആൾത്താരിൽ കിടക്കുന്ന കണ്ട് അവൾക്ക് വിഷമമായി. ഈ പട്ടാളക്കാർ, ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പോയപ്പോൾ ഇവൾ എന്ത് ചെയ്തു, നാവ് കൊണ്ട്, കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്നല്ലേ സിസ്റ്റർ പഠിപ്പിച്ചു നോക്കുന്നത്, നാവ് കൊണ്ട് ഈശോയെ സ്വീകരിച്ച് അവൾ തിരിച്ചു പോയി. പിറ്റേ ദിവസം ആരും കാണാതെ അവൾ ബാക്ക് കൂടെ ഈ പള്ളിയിലേക്ക് വരും. അപ്പോൾ ഈ അച്ഛൻ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്ത്, ഈ ലിറ്റിൽ ലീ, ദ സ്മോൾ ഗേൾ കമ്മിങ്. ഇവൾ വന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഈശോയെ സ്വീകരിക്കേണ്ടത്. 1 hour ഫാസ്റ്റിംഗ് ആൻഡ് അഡോറേഷൻ. അപ്പോൾ 1 hour അവൾ ആരും അറിയാതെ അവിടെ ഇരിക്കും. നിലത്ത് കിടന്ന ആ ഈശോയിന്ന് ഒരെണ്ണം എടുക്കും. അതുപോലെ നാവോണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം അവൾ ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തു. ആരും കണ്ടില്ല. ലാസ്റ്റ് ദിവസം, അതായത് ഒരു 7th or 8th ഡേ അവൾ വന്നപ്പോൾ ഇത് ചെയ്യണ കണ്ട ഒരു പട്ടാളക്കാരൻ, കമ്മ്യൂണിസ്റ്റ് സോൾജർ എന്ത് ചെയ്തു, ഇവളെ ഷൂട്ട് ചെയ്തു. 2 പ്രാവശ്യം ഇവളെ ഷൂട്ട് ചെയ്തു. അവൾ ആ സമയം തന്നെ മരിച്ചു വീഴുകയാണ്. വീഴണ സമയത്ത് അവൾ ഈശോയെ സ്വീകരിച്ചില്ലായിരുന്നു. അവൾ എഴഞ്ഞ് തിരുവോസ്തി കിടക്കുന്ന അവിടെ പോയി നാവുകൊണ്ട് ഒരു തിരുവോസ്തി എടുത്ത് കഴിച്ച്, ജീസസ് ഐ ലവ് യു, യു ആർ ദ സോഴ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ അവൾ മരിച്ചു. ഇത് ഈ കണ്ടിരുന്ന ജയിലിൽ, അതായത് പൂട്ടിയും ഒരു റൂമിൽ ലോക്ക് ചെയ്ത അവിടുത്തെ അച്ഛൻ കണ്ട്, അച്ഛനാണ് ഈ സ്റ്റോറി ഇലാബറേറ്റ് ചെയ്ത് ഒരു ബുക്ക് എഴുതിയത്, ദ ഹിഡൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. ഈ കൊച്ചാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജീഷിക്ക് ഒരു ഇൻസ്പിറേഷനായി തീരുന്നത്. പണ്ട് കാലത്തൊക്കെ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ബഹുമാനം ഇപ്പോൾ നമുക്ക് ഇല്ല. നമ്മൾ പള്ളിയിലൊക്കെ കടന്നു വരുമ്പോൾ കുമ്പിടാൻ ചിലപ്പോൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പരസ്പരം വിശുദ്ധ കുർബാനയിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കും. ഈശോയെ നോക്കി, സക്രാരിയിൽ നോക്കി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകും. ജീവനുള്ള ക്രിസ്തുവാണ് അതിൻ്റെ ഉള്ളിലെന്ന് നമ്മൾ മറന്നു പോവാം. നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോഴോ ആരാധനയ്ക്ക് വരുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആര് വരുമെന്നറിയോ, ഈശോയുടെ മുഖം നിങ്ങൾക്ക് ആ തിരുവോസ്തിയിൽ കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും കുർബാനയ്ക്ക് വരുമ്പോൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഓർക്കണം, ഐ ആം നോട്ട് വർതി, എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ ഒരു യോഗ്യതയില്ല. എങ്കിലും ഈശോ ഒരു കൊച്ചു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ എന്താകുന്നു, എൻ്റെ നാവിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാ ഈശോ ഈ വൈറ്റ് കളറിൽ ഈ ചെറിയ ബ്രെഡിൽ വരുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ശരിക്കും ജീസസിൻ്റെ ബ്ലഡ് അല്ലേ അത്, ജീസസിൻ്റെ ഫ്ലഷ് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ആ എക്സാക്ട് അതേ രൂപത്തിൽ വന്നൂടെ ഈശോയ്ക്ക്? ഫ്ലഷ് എങ്ങനെ ഇരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫ്ലഷ് എങ്ങനെ ഇരിക്കുക, നമ്മുടെ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ ഒരു പീസ്, അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഒരു കുഞ്ഞിന്, ഒരു ചെറിയ കുഞ്ഞിന് പോലും സ്വീകരിക്കാൻ പാകം അത്രയും സുന്ദരമായ മനോഹരമായ രൂപത്തിൽ, ഒരു കാറ്റടിച്ചാൽ പോലും പറക്കാൻ തക്ക വിധത്തിൽ എളിമയോടുകൂടി ഈശോ ഏത് രൂപത്തിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്? ഒരു വൈറ്റ് ഹോസ്റ്റിൻ്റെ രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം അല്ലേ? സ്വർഗം വിട്ട് ഈശോ എവിടേക്ക് ഇറങ്ങി വന്നു? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ചൈനീസ് ഗേൾ ലിറ്റിൽ ലീ പറയുന്ന ഒരു കാര്യമാണ്, മൈ ജീസസ് ഇസ് എ പ്രിസണർ, ഹീ ഈസ് ഇൻ ജയിൽ. അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ വേദന. ശരിയല്ല അവൾ പറഞ്ഞത്? ഈശോ എവിടെയാ? സക്രാരിയുടെ ഉള്ളിലാണ് ഈശോ. ഈശോ ഒരു ജയിലിൻ്റെ ഉള്ളിലാണ്. ഹീ ഈസ് ലൈക്ക് എ പ്രിസണർ ഫോർ
മീ, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ഒരു തടവുകാരനെ പോലെ ഉള്ളിൽ, ജയിലിൻ്റെ ഉള്ളിൽ, സക്രാരിയുടെ ഉള്ളിൽ പൂട്ടിക്കിടക്കുക. ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വരും. അപ്പോൾ ഞാൻ ഈശോ എല്ലായിടത്തും കൊണ്ടുപോകണം. സ്കൂളിൽ പോകുമ്പോൾ എവിടെ കൊണ്ടുപോകണം? ഈശോയെ കൂടെ കൊണ്ടുപോകണം. ട്യൂഷന് പോകുമ്പോൾ എവിടെ കൊണ്ടുപോകണം? ഈശോയെ എൻ്റെ കൂടെ ട്യൂഷന് കൊണ്ടുപോകണം. അതുപോലെ നമ്മൾ എന്തായി മാറണം? ചലിക്കുന്ന സക്രാരികളായി മാറണം. നിങ്ങൾ എവിടെ പോയാലും ഈശോയെ കൊണ്ടുപോകണം. ഫുട്ബോൾ കളിക്കാൻ പോയാലും ബാറ്റ് ബോൾ കളിക്കാൻ പോയാലും എവിടെ പോയാലും എവിടെ കൊണ്ടുപോകണം ഈശോയെ? എല്ലായിടത്തും ഈശോയെ കൂട്ടിക്കൊണ്ട് പോകണം. ഈശോയെ കൂട്ടിക്കൊണ്ട് പോകുമോ നിങ്ങൾ? ഇനി കുർബാനയ്ക്ക് വരുമ്പോൾ അലസമായിരിക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമോ? എവിടേക്ക് നോക്കണം? എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ എൻ്റെ സോഴ്സ്, എൻ്റെ ജീവിതത്തിൻ്റെ സോഴ്സ് ഓഫ് മൈ ലൈഫ് ആരാത്? ഈശോ. ആ ഈശോയിലേക്ക് നോക്കിയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഷാറുഖ് ഖാൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേമസ് ആക്ടർ ആക്ട്രസ് വരുവാണെങ്കിൽ നിങ്ങൾ നോക്കൂ? അവരെ നോക്കൂലേ? തൊടാൻ പോവോ? ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ പോവോ? അതൊക്കെ മേടിക്കാൻ പോവും. പക്ഷേ അതിലും വലുത് അല്ലേ, എല്ലാറ്റിലും ഉപരി ഈ ലോകത്തിൻ്റെ തന്നെ രാജാവ് ക്രൈസ്റ്റ് ദ കിങ് എൻ്റെ മുന്നിലുള്ളപ്പോൾ ആ ഈശോയിലേക്ക് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആരാധനയുടെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോകുന്നില്ലേ നിങ്ങൾ? കുറച്ച് പേരൊക്കെ ബോറടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈശോയെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നേ ദിവസം എന്ത് പ്രാർത്ഥിക്കും? ഈശോയെ, ആ തിരുവോസ്തിയിൽ നിന്നെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. സിസ്റ്ററുടെ കുഞ്ഞുനാളിലൊരു അനുഭവം പറയാം നിങ്ങൾക്ക്. ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. കുറേ മനുഷ്യരുണ്ടായിരുന്നു ആ കൺവെൻഷന്. 5000-ഓളം മനുഷ്യരുടെ ഇടയിൽ സിസ്റ്റർ ഒരു കുഞ്ഞി കൊച്ച്, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കൊച്ച് വെള്ള ഉടുപ്പിട്ട് ഇങ്ങനെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കും ഇങ്ങനെ ശരിക്കും ഈശോ ഉണ്ടായില്ലേ, ശരിക്കും ഈശോ ഉണ്ടോ ഇങ്ങനെ സംശയമാണ്. പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ ഈശോ എനിക്ക് കാണിച്ച് പറയില്ലേ, നമ്മൾ യുദ്ധം ചെയ്യില്ലേ, എനിക്ക് കാണണം, എനിക്ക് എൻ്റെ ഈശോയെ കാണണം എന്ന് നിർബന്ധം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ട എന്താണെന്നറിയോ? നമ്മൾ പെൻസിൽ സ്കെച്ച് ചെയ്യില്ലേ, നമ്മൾ പെൻസിൽ സ്കെച്ച്, അതുപോലെ മുൾമുടി അണിഞ്ഞ ഈശോ, ഇവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നൊരു സ്കെച്ച് കണ്ടു. അതിപ്പോഴും സിസ്റ്ററുടെ മനസ്സിൽ ആ സ്കെച്ച് ക്ലിയർ ആയിട്ട് സിസ്റ്ററിനെ ആദ്യമായിട്ട് സിസ്റ്റർ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈശോ ഇനി എനിക്ക് കാണണ്ട, ഞാൻ വിശ്വസിച്ചു അല്ലേ, ദൈവമേ ശരിക്കും അതിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാനത് വിശ്വസിക്കുന്നു ഈശോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും സിസ്റ്റർ സംശയിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല എന്ത് അതിൽ ഈശോ ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും പ്രാർത്ഥിക്കണം. ആ അനുഭവം ഈശോയെ കുറേ കുഞ്ഞുങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുന്ന പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ, നിങ്ങൾ റിട്രീറ്റിന്, ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിന് വന്നപ്പോൾ ഈശോയെ കണ്ടു, മാതാവിനെ കണ്ടു. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഈശോ വെളിപ്പെടുത്തി തരും. ഈശോയുടെ തിരുവോസ്തിയിലെ സാന്നിധ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ എപ്പോഴും ഓർക്കണം, എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളതുപോലെ, ബിരിയാണി ഇഷ്ടമുള്ളതുപോലെ, അതൊക്കെ ആർക്ക് വേണം? ബോഡിക്ക് വേണം. പക്ഷെ നിങ്ങളുടെ ആത്മാവിന് എന്ത് വേണം? വേർഡ് ഓഫ് ഗോഡ് വേണം, വിശുദ്ധ കുർബാന വേണം അല്ലേ? വിശുദ്ധ കുർബാനയും ദൈവവചനവും കുമ്പസാരവും ഒക്കെ നിങ്ങളുടെ ആത്മാവിന് വേണ്ട ഭക്ഷണമാണ്. അപ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും പള്ളി വരാൻ പറ്റുന്ന എല്ലാ ദിവസവും മക്കൾ എന്ത് ചെയ്യണം? ഇച്ചിരി സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും, ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും, എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം തേടി എവിടെ വരണം? ദേവാലയത്തിൽ വരണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അച്ഛൻ ഇവിടെ ബലി അർപ്പിക്കുമ്പോൾ കുറച്ച് കസാരകളും ലൈറ്റും ഫാനും ഒക്കെ ഉണ്ടാവും. ഈശോ വരുന്ന ആരെയും നോക്കിയിട്ടാ? ജോസഫ് വന്നിട്ടുണ്ടോ, എൻ്റെ മരിയ വന്നിട്ടുണ്ടോ, എൻ്റെ മെർവിൻ വന്നിട്ടുണ്ടോ, ആരൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഈശോ നോക്കണേ. പക്ഷേ അവരൊന്നും വന്നിട്ടില്ല. കുറച്ച് ബ്ലാങ്ക് ബെഞ്ചും കസാരകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈശോയെ വിഷമിപ്പിക്കുമോ നിങ്ങൾ? നമുക്ക് വേണ്ടി ഈശോ ഇവിടെ മുറിയപ്പെടുമ്പോൾ ആ മുറിക്കുന്ന ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാൻ, ആ ഈശോയോടൊത്ത് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമ്മളും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും സാധിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എവിടെ വരണം? ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കണ്ണടച്ച് എല്ലാവരും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ പറ, ഈശോയെ അങ്ങേ കാണുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ, അങ്ങേ ആരാധിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹോളി മാസിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന്? ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കൊച്ചിൻ്റെ അനുഭവം നമുക്ക് കേട്ടാലോ? ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഖില ജോസഫ്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ബോംബെ ആൻറ്റോഫിൽ ചർച്ചിൽ നിന്നാണ്.
എൻ്റെ വീട്ടിൽ മമ്മി, പപ്പ, ചേച്ചി പിന്നെ ഞാനും ഉണ്ട്. ഈ ക്രൈസ്റ്റ് ആർമി റിട്രീറ്റ് കൂടിയതിന് ശേഷം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടി. എന്നോട് എൻ്റെ പപ്പ, മമ്മി പഠിക്കാൻ പറയുന്ന സമയത്ത്, പ്രാർത്ഥിക്കണം പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈ ക്രൈസ്റ്റ് ആർമി റിട്രീറ്റ് കൂടിയതിന് ശേഷം എനിക്ക് ഈശോൻ്റെ അടുക്കാൻ തോന്നി. അഡോറേഷൻ്റെ സമയത്ത് ഞാൻ തിരുവോസ്തിയിൽ ഞാൻ എൻ്റെ ഈശോനെ കണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോനെ വളരെ സ്നേഹിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ ഈശോൻ്റെ കൂടെ ആയിരിക്കും. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഒരു വചനം പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ 6:35. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല.
ഇതോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ. His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit, to the risen Jesus Christ we belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, but against the forces of darkness we fight.